ചില ചെടികൾ വീടിനുള്ളിൽ വളർത്തിയാൽ നേട്ടങ്ങളുണ്ടാകുമെന്നാണ് ചൈനീസ് വിശ്വാസം. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഈ വിശ്വാസങ്ങൾ പിന്തുടരുന്നവർ നിരവധി പേരുണ്ട്. വീടിനുള്ളിലെ അലങ്കാരത്തോടൊപ്പം ഇത്തരം വിശ്വാസങ്ങൾക്ക് കൂടി പ്രാധാന്യം നൽകി പലരും ചെടികളും സസ്യങ്ങളുമൊക്കെ വളർത്താറുണ്ട്. ചില ചെടികൾ വീടിനുള്ളിൽ വളർത്തിയാൽ ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും ഭാഗ്യവുമൊക്കെ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. സമ്പൽ സമൃദ്ധിയും ഭാഗ്യവും തേടിയെത്താൻ ഈ ചെടികൾ വീടിനുള്ളിൽ വളർത്തി തുടങ്ങാം. അരേഷ്യവർഗത്തിൽപ്പെട്ട പുഷ്പിക്കുന്ന ഈ വള്ളിച്ചെടി ഇന്ത്യ, ബംഗ്ലാദേശ്, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിൽ മണി പ്ലാന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സമ്പൽ സമൃദ്ധിയും ഭാഗ്യവും കൊണ്ടുവരുമെന്ന വിശ്വാസമാണ് ഇതിന് മണി പ്ലാന്റ് എന്ന് പേര് വരാൻ കാരണവും. വീടിനുള്ളിൽ തെക്ക് കിഴക്ക് ഭാഗത്തായി മണി പ്ലാന്റ് വളർത്തുന്നതാണ് ഉത്തമം. വടക്ക് കിഴക്ക് ഭാഗത്ത് വളർത്തിയാൽ കുടുംബങ്ങളുടെ ആരോഗ്യസ്ഥിതിയെ ദോഷകരമായി ബാധിക്കും. അതുപോലെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് വിശ്വാസവും. അടുത്ത ചെടി സ്നേക്ക് പ്ലാന്റ്. സർപ്പപ്പോള എന്നറിയപ്പെടുന്ന ഈ ചെടി അധികം പരിപാലനങ്ങളില്ലാതെ ഏത് കാലാവസ്ഥയിലും വളരുന്ന ചെടിയാണ്. ജാലകങ്ങൾക്ക് അരികിലായി വളർത്തുന്നതാണ് ഉത്തമം. സർപ്പപ്പോള നെഗറ്റീവ് എനർജി കുറച്ച് സന്തോഷം പ്രദാനം ചെയ്യുന്നു. ദോഷങ്ങളെ അകറ്റി നിർത്താനും സഹായിക്കുന്നു. ഈ ചെടി നല്ല രീതിയിൽ ഓക്സിജനെ പുറന്തള്ളുമെന്ന് പറയുന്നു. അതുപോലെ വിഷാംശമുള്ള നൈട്രജൻ ഓക്സൈഡുകളും ഫോർമാൽഡിഹൈഡും മറ്റും വലിച്ചെടുത്ത് അന്തരീക്ഷം ശുദ്ധീകരിക്കാൻ ഈ ചെടിക്ക് കഴിവുണ്ടെന്നും പറയുന്നു. അടുത്തത് പീസ് ലില്ലി. തെക്ക് കിഴക്കൻ ഏഷ്യൻ മേഖലകളിൽ ഈ സസ്യത്തെ വീട്ടിൽ വളർത്തുന്നത് പതിവാണ്. പീസ് ലില്ലി വീടിനുള്ളിൽ സമാധാനവും പോസിറ്റീവ് എനർജിയും പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം. മനോഹരമായ വെള്ളപ്പൂക്കളും പച്ചിലകളുമൊക്കെ ആയിട്ടുള്ള പീസ് ലില്ലി അരേസി വർഗത്തിൽപ്പെട്ട പൂച്ചെടികളുടെ ഒരു ജനുസാണ്. അടുത്ത ചെടി കറ്റാർ വാഴ. പൊതുവെ വീടിന് പുറത്താണ് കറ്റാർ വാഴ നമ്മൾ വളർത്തുന്നത്. എന്നാൽ വീടിനകത്തും ഈ ചെടിക്ക് വളരാൻ വലിയ അളവിൽ സൂര്യപ്രകാശമോ വെള്ളമോ ആവശ്യമില്ല. പക്ഷേ നല്ല പരിപാലനം ആവശ്യമായി വരും. കറ്റാർ വാഴ വീടിനുള്ളിൽ വളർത്തുന്നത് ദമ്പതികളിലെ ഐക്യത്തിനും സന്തോഷത്തിനുമൊക്കെ സഹായിക്കും. വീടിനുള്ളിൽ വടക്ക് കിഴക്ക് ഭാഗത്താണ് കറ്റാർ വാഴ വളർത്തേണ്ടത്. അന്തരീക്ഷവായുവിനെ ശുദ്ധീകരിക്കുമെന്ന് പറയപ്പെടുന്ന കറ്റാർ വാഴ നല്ലൊരു ഔഷധം കൂടിയാണ്. ആൻറ്റി ഓക്സിഡൈറ്റുകളാൽ സമ്പന്നമായ ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. അടുത്ത ചെടി ലക്കി ബാംബു. ഫെങ്ഷുയി പ്രകാരം ഭാഗ്യവും ഐശ്വര്യവും കൊണ്ടുവരുന്ന ഒരു സസ്യമാണ് ചൈനീസ് ലക്കി ബാംബു. ബാംബു തണ്ടുകളുടെ എണ്ണത്തിനനുസരിച്ച് ഫലങ്ങളും വ്യത്യസ്തമായിരിക്കും. 5, 9 എന്നിങ്ങനെ തണ്ടുകൾ വയ്ക്കാറില്ല. വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് വളർത്തിയാൽ ആരോഗ്യപരമായ നേട്ടങ്ങളുണ്ടാകും. തെക്ക് കിഴക്ക് ഭാഗത്തായി വളർത്തുന്നത് സമ്പൽ സമൃദ്ധിക്ക് കാരണമാകും. മണ്ണിൽ വളരുമെങ്കിലും ചെറുതണ്ടുകളായി മുറിച്ച് വേരുകൾ വെള്ളത്തിൽ വെച്ച് വളർത്തിയാണ് ഇപ്പോൾ ലക്കി ബാംബു വിപണിയിലെത്തുന്നത്.